ചിന്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചിന്തനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ട് വരും. ഒന്നെങ്കിൽ ചിന്തേനെ വേറെ വഴിക്ക് തിരിച്ചുവിടണം, അല്ലെ ആ ചിന്തയ്ക്ക് പകരം വേറൊരു ചിന്തേനെ നമ്മൾ അവിടെ സ്ഥാപിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് നോ യുവേഴ്സൽസ് എന്ന് പറഞ്ഞാൽ. എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകളെ ഞാൻ അറിഞ്ഞിരിക്കുക, അറിഞ്ഞിട്ട് അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുക. ഇപ്പൊ സാധാരണഗതിയിൽ പുറം ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടാകും. അപ്പൊ ഈ അനുഭവം ഉണ്ടാകുമ്പം നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നതിനാണ് ചിന്തയിൽ കൂടെ വികാര വിചാരങ്ങൾ വരിക എന്ന് പറയുന്നത്. ആദ്യം ചിന്ത വരും, ചിന്തയ്ക്ക് ശേഷം വികാരം വരും, അല്ലെങ്കിൽ വികാരം വരും. ചില കാര്യത്തിലൊക്കെ ആദ്യം വികാരമായിരിക്കും വരുന്നത്. അപ്പോൾ ആ വികാരത്തിന്റെ പിന്നിൽ ചിന്തകളും കാണുമായിരിക്കും. எனவே നമുക്ക് വികാരത്തിനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചിന്തേനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചിന്ത കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ വി ഷുഡ് ബി അവെയർ. നമ്മൾ അവെയർ ആയിട്ടിരിക്കണം. അകത്ത് വരുന്ന ചിന്തകൾ എന്താണ്? മനസ്സിൽ ചിന്തകൾ എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരുന്നത്? ഇറ്റ് ഈസ് കമ്മിങ് ആസ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വെറുതെ മനസ്സിലേക്ക് താഴേക്ക് ഒന്ന് നോക്കിയാൽ മതി. എന്ത് സംസാരമാണ് ഉള്ളിൽ നടക്കുന്നത്? ഇത് പലർക്കും അറിയത്തില്ല എങ്ങനെയാ ഈ സംസാരത്തിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. സംസാരത്തിനെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ആ സംസാരമാണ് ചിന്ത എന്ന് പറയുന്നത്. ഒരാള് നമ്മളോട് മോശമായിട്ട് പെരുമാറി നോക്കുക, ചീത്ത പറഞ്ഞു നോക്കുക. ചീത്ത പറഞ്ഞു കഴിയുമ്പം നമുക്ക് ദേഷ്യം വരും. പലർക്കും ദേഷ്യം വരും. അപ്പൊ ആ ദേഷ്യം വരുന്നതോടൊപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ കൂടെ ഉള്ളിൽ നടക്കും. എന്ന് പറഞ്ഞാൽ മനസ്സ് ചിലതൊക്കെ സംസാരിക്കും. അയാളെ പറ്റിയോ, ഈ ചീത്ത പറഞ്ഞ ആളിനെ പറ്റിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി മനസ്സ് സംസാരിക്കും. ആ സംസാരം നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിനെ ഡീൽ ചെയ്യണം. അതിനെ ഡീൽ കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇനി പേടിയ ഉണ്ടാകുന്നെങ്കിൽ മനസ്സിലൊരു സംസാരം ഉണ്ടാകും. ഇതെന്താണെന്ന് അറിയത്തില്ല, എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സംസാരം നടക്കും. ഇനി പരീക്ഷയ്ക്ക് എഴുതാൻ പോവുകയാണെങ്കിൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞ വികാരമാണെങ്കിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. നമ്മൾ പഠിച്ചതൊക്കെ ഓർക്കുമോ, പരീക്ഷയ്ക്ക് തോറ്റുപോകുമോ, ഇനിയിപ്പോൾ എന്താണ് ഞാൻ ചെയ്യുക എന്നൊക്കെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ മനസ്സിനെ കൈവിടാൻ പാടില്ല. മനസ്സിൻ്റെ സംസാരത്തെ ശ്രദ്ധിച്ചിട്ട് ആ സംസാരം കാരണം അത് വൺ സൈഡഡ് ആയി പോകും. അല്ലെങ്കിൽ മനസ്സിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. അങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും വികാരം അതിൻ്റെ മൂർധന്യത്തിലെത്തിയിട്ട് പിന്നെ നമ്മൾ ഡൗൺ ആയിപ്പോയെന്ന് വരും. ദേഷ്യം കൂടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ എന്ത് സംഭവിക്കും. നമ്മൾ വേണ്ടാതിനൊക്കെ കാണിച്ചെന്ന് വരും. സങ്കടം കൂടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ, എന്നെ ഒന്നിനും കൊള്ളിയല്ല, ഞാൻ ഹെൽപ്ലെസ് ആണ്, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ഈ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സ് ചില ആക്ഷൻസ് ഒക്കെ എടുക്കും. നാം ചെയ്യുന്ന എല്ലാ ആക്ഷൻസും മനസ്സാകട്ടോ ചെയ്യുന്നത്. പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ളതും ചെയ്യുന്ന മനസ്സാണ് ചെയ്യുന്നത്. അപ്പം മനസ്സിൻ്റെ സംസാരത്തിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. കുഴപ്പം പിടിച്ച സംസാരമാണെങ്കിൽ ആ സംസാരത്തിലെ നമ്മൾ ഡീൽ ചെയ്യണം. അപ്പൊ തൽക്കാലം ഇത്രയും വിചാരിച്ചാൽ മതി. അകത്തൊരു വ്യക്തി ഉണ്ട്. സാധാരണ നമ്മൾ പറയുന്ന ഒരു 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 കുട്ടിയുണ്ട്. ആ കുട്ടി ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ട് കൃത്യമായ ആൻസർ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ കുട്ടിക്ക് പേടി വരും. ഉടനെ കുട്ടി ചോദിക്കും, അയ്യോ പരീക്ഷയ്ക്ക് പോയാൽ പഠിച്ചതൊക്കെ വരുമോ? അപ്പൊ അതിന് കൃത്യമായ ആൻസർ കൊടുക്കും. നമുക്കറിയാവുന്ന ആൻസർ കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, പാമ്പ് കടിക്കുവോ? അപ്പൊ അതിന് കൃത്യമായ ആൻസർ കൊടുത്താൽ മതി. ആ കൊടുത്തു കഴിയുമ്പം അവൻ്റെ ആങ്സൈറ്റി തീരും. അപ്പൊ ഇങ്ങനെയാണ് മനസ്സിനെ ഒറ്റയ്ക്ക് അങ്ങനെ വിടാൻ പാടില്ല. അവൻ്റെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പങ്കെടുക്കണം. കൃത്യമായ ആൻസർ നമ്മൾ കൊടുക്കണം. വന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അതൊരു ചിന്തയാണ്. ആ ചിന്തയാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറൊരു ചിന്ത കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് അതിനെ നമ്മൾ റീഇൻസ്റ്റാൾ ചെയ്യാന്ന് പറയും. ഇപ്പൊ ഒരാൾ നമ്മളെ വഞ്ചിച്ചെന്ന് കൂട്ടി.
വഞ്ചിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാളുടെ ദേഷ്യം തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ദേഷ്യം പോകണമെന്നുണ്ടെങ്കിൽ ആ പോകുന്ന രീതിയിലുള്ള ഒരു ചിന്ത നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അത് വഞ്ചിച്ചൊന്നും അല്ലെന്നേ. അപ്പൊ അയാളുടെ സൈഡ് പറഞ്ഞിട്ടാൽ മതി. അയാൾക്ക് തരാനുള്ള നിവൃത്തികേട് കൊണ്ട് അയാൾ അങ്ങനെ പറയുന്നതായിരിക്കും. ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞാൽ മതി. സോ അപ്പൊ ഞാൻ ഈ പറഞ്ഞതാണ് ഒരു പുതിയ ചിന്ത എന്ന് പറയുന്നത്. ഈ പുതിയ ചിന്ത കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ചിന്ത പുറത്തു പോയിക്കോളും. അപ്പോൾ പുതിയൊരു ചിന്ത ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമാണ്. അതിന് നാടൻ ഭാഷ പറഞ്ഞ് ക്ഷമിക്കുക എന്നും അല്ലെങ്കിൽ അവരുടെ സൈഡ് പറയാന്നൊക്കെ പറയും. അപ്പൊ പ്രശ്നം തീർക്കണം എന്നുണ്ടെങ്കിൽ അവരെ റൈറ്റ് ആയിട്ട് കണ്ടാൽ മതി. അപ്പൊ അവരെ റൈറ്റ് ആക്കുന്ന രീതിയിലുള്ള സംസാരം നമ്മൾ മനസ്സിനോട് പറയണം. ഒരാൾ നമ്മളെ ചീത്ത പറഞ്ഞാൽ മനസ്സാ പറയുന്ന, അയ്യോ നിന്നെ ചീത്ത പറയുന്നല്ലോ, മോശമാണല്ലോ, നമുക്ക് നാണക്കേടല്ലേ എന്നൊക്കെ പറയും. പറഞ്ഞാൽ മനസ്സിനോട് നമ്മൾ പറയണം, അത് സാരമില്ലെന്നേ, അവർക്ക് ബുദ്ധിമുട്ട് എന്തോ തോന്നിയിട്ട്, നമ്മളോട് പ്രശ്നം എന്തോ ബുദ്ധിമുട്ട് തോന്നിയിട്ട് അങ്ങനെ പറയുന്നത് കൂട്ടിയാൽ മതി. ടേക്ക് ഇറ്റ് ഈസി എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇതാണ് പുതിയ ചിന്ത ഉണ്ടാക്കുക എന്ന് പറയുന്നത്. സോ യു ക്രിയേറ്റ് എ ന്യൂ തോട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ദ മൈൻഡ് ബിക്കംസ് കാം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതാണ് നോ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനസ്സിനെ മനസ്സിലാക്കി മനസ്സിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കമ്മ്യൂണിക്കേഷനെ മനസ്സിലാക്കുക. അപ്പൊ അവൻ്റെ കമ്മ്യൂണിക്കേഷൻ, ഈ മനസ്സിന്റെ കമ്മ്യൂണിക്കേഷൻ ശാന്തമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അവനോട് കൂടി പങ്കെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണല്ലോ, ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമ്മൾ ശാന്തമാക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ സൈഡ് പറയണം. അല്ലാതെ കൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം ശരി എന്ന് പറഞ്ഞ് അവനുടെ വിട്ടുതരാൻ പോകും. അപ്പൊ അവൻ്റെ സൈഡ് പറയണം. അങ്ങനെ സൈഡ് പറയാൻ പറ്റുമോ ഇല്ലെന്നാണ് പ്രശ്നം. അങ്ങനെ സൈഡ് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ ആ നെഗറ്റീവ് ഇമോഷൻ മാറുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് നോ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ.